ഹായ് ഓൾ, പി കെ ലേണിങ്സിൻ്റെ PYQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2021 നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് PSC ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 1 കഴിഞ്ഞ ഒരു എപ്പിസോഡായിട്ട് ചെയ്തിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 2, അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 10 ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം, റൂട്ട് എക്സ് പ്ലസ് റൂട്ട് 49 ഈക്വൽ ടു 8.2 ആയാൽ എക്സിൻ്റെ വില എന്ത്? അപ്പോൾ ഇത് 84/2021 ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ്. 10th ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റൂട്ട് എക്സ് അല്ലേ, റൂട്ട് എക്സ് പ്ലസ് റൂട്ട് 49 എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 8.2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം റൂട്ട് 49 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണല്ലേ. അപ്പോൾ റൂട്ട് എക്സ് പ്ലസ് 7 ആണ് 8.2. അങ്ങനെയാണെങ്കിൽ റൂട്ട് എക്സ് എത്ര വരും? 8.2 മൈനസ് 7 വരും അല്ലേ. അതായത് 1.2 ആണ് നമ്മുടെ റൂട്ട് എക്സ് എന്ന് പറയുന്നത്. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ മതി. അപ്പം റൂട്ട് എക്സിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് ആവും. ഇപ്പുറത്ത് 1.2ൻ്റെ സ്ക്വയർ. 1.2ൻ്റെ സ്ക്വയർ എത്ര? 12ൻ്റെ സ്ക്വയർ നമുക്കറിയാം 144 ആണ്. 1.2 വന്നതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് സ്ഥാനം മാറ്റി കുത്തിടണം. 1.44. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1.44. ക്ലിയർ ആയല്ലോ? അപ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് 49ൻ്റെ റൂട്ട് അറിയാം, 7 ആണ്. ആ 7 അപ്പുറത്തേക്ക് കൊണ്ടുപോയി നമുക്ക് റൂട്ട് എക്സ് എന്ന് പറയുന്നത് 1.2 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് കാണാനായിട്ട് സ്ക്വയർ ചെയ്താൽ മതി. 1.2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1.44 ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പോൾ രണ്ടാമത്തത്, ഈ ചോദ്യ പേപ്പറിൽ 2 ചോദ്യങ്ങളുണ്ട്. പക്ഷേ ആ 2 ചോദ്യങ്ങളും കുറച്ചുകൂടെ ഒരു ടഫ്നെസ് കൂടിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കിത് നോക്കാം. ഫ്രം 100 to 1000 ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ ദെയർ വിത്ത് ഓൾ ഡിജിറ്റ് ഇൻ ഇറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ്? അപ്പോൾ ഇതെന്ന് പറയുന്നത് 77/2021 SC ഡെവലപ്മെൻറ്റ് ഓഫീസർ ആൻഡ് ഡിസ്ട്രിക്ട് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? ഈ ക്വസ്റ്റ്യൻ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 100 മുതൽ 1000 വരെയുള്ള 3-digit നമ്പേഴ്സ് വിത്ത് ഓൾ ഇറ്റ്സ് ഡിജിറ്റ്സ് ഇൻ ഇറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ്, അതായത് ഡിജിറ്റുകൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പെർമ്യൂട്ടേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. +1ലും +2ലും ഒക്കെ പഠിക്കുന്നതാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. അവിടെ പെർമ്യൂട്ടേഷൻ രീതിയിലാണിത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ നോക്കിയേ, നമുക്കറിയാം ഒരു 3-digit നമ്പർ എന്ന് പറയുമ്പോൾ അതിന് ഏതൊക്കെ പ്ലേസ് ഉണ്ടാവും? 100s പ്ലേസ് ഉണ്ടാവും, പിന്നെ 10s പ്ലേസ് ഉണ്ടാവും, 1s പ്ലേസ് ഉണ്ടാവും ആണല്ലോ. അപ്പോൾ 100 പ്ലേസിൽ നമുക്കറിയാം ഇവിടെ 0 മുതൽ 9 വരെ ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ. എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 0 to 9 ഡിജിറ്റ്സ് ഉണ്ട് ആണല്ലോ. പക്ഷെ നമുക്കറിയാം 100 പ്ലേസിൽ ആര് വരില്ല? 0 വരില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? 100 പ്ലേസിൽ 0 വന്നു കഴിഞ്ഞാൽ അതൊരു 2-digit നമ്പറായി മാറും അല്ലേ. നമുക്കറിയാം 0യിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല. അപ്പോൾ 100 പ്ലേസിൽ ആര് വരില്ല? 0 വരില്ല. പിന്നെ 100 പ്ലേസിൽ ആരൊക്കെ വരാം? 1 to 9 വരാം. 1 to 9 അല്ലേ. 1 to 9 എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. 9 നമ്പേഴ്സ്. അപ്പോൾ 100ൻ്റെ പ്ലേസിൽ ഞാൻ എഴുതാം, 100ൻ്റെ പ്ലേസിൽ 1 to 9 നമ്പേഴ്സ് വരാം. എന്ന് പറഞ്ഞാൽ 9 വേസ് ആണുള്ളത്. 9 വഴികൾ അല്ലേ. 9 രീതിയിൽ ഇവരെ നമുക്ക് അറേഞ്ച് ചെയ്യാം. 1 to 9 നമ്പേഴ്സിനെ നമുക്കറിയാം നമ്പേഴ്സ് ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 9 രീതിയിൽ എഴുതാം. 9, അതായത് 1 to 9 വരെ 9 ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് 9 വേസ് ആണ്. ഇനി നിങ്ങൾ നോക്കിയേ 10ൻ്റെ പ്ലേസിൽ ആരൊക്കെ വരും? ഈ 1 to 9ൽ ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ എവിടെ പിക്ക് ചെയ്ത് കഴിയും? ഈ 100ൻ്റെ പ്ലേസിൽ പിക്ക് ചെയ്ത് കഴിയും. പിന്നെ അവനെ 10ൽ കൊണ്ട് വയ്ക്കാൻ പറ്റുമോ? വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ 1 to 9ൽ ഒരാൾ പോയി. പിന്നെ എത്ര പേരുണ്ട്? 8 പേരുണ്ട് അല്ലേ. 8 പേരുണ്ട്. പിന്നെ ആരും ഉണ്ട്? 0യും ഉണ്ട്. ഓക്കെ, അപ്പം 1 to 9ൽ 8 പേരും ഉണ്ട്, 0യും ഉണ്ട്. അപ്പോൾ വീണ്ടും 9 വേസ്. മനസ്സിലായോ? അതായത് ഈ 1 to 9ൽ ഒരാൾ പോകും. അപ്പോൾ 1 to 9 എന്ന് പറഞ്ഞതിൽ ഒരാൾ പോകും. പിന്നെ 8 പേരാണ് ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത്. 1 to 9 - 1 ഒരാൾ പോകും അല്ലേ. ഒരാൾ 100ൻ്റെ പ്ലേസിൽ പോയി. 100 പ്ലേസിൻ്റെ വെച്ച ആളിനെ പിന്നെ
ടെന്നിൻ്റെ പ്ലേസിൽ വെക്കാൻ പറ്റില്ല. കാര്യം നമ്പേഴ്സ് ആവർത്തിക്കപ്പെടരുതെന്ന് പറയുന്നുണ്ട്. ഓൾ ഡിജിറ്റ്സ് ഇൻ ഇറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് ഇവിടെ പറയുന്നുണ്ട് കണ്ടീഷൻ. ഓക്കെ, അപ്പം നമ്മൾ 1 to 9 ഒരാൾ പോകും, പിന്നെ പ്ലസ് ആരും കൂടെ വരും, നമ്മുടെ 0യും കൂടെ വരും. കാര്യം 0യെ നമ്മൾ 100 എടുത്തിട്ടില്ല, മനസ്സിലായോ? അപ്പോഴവിടെയും ഈ 1 to 9 ഒരാൾ പോകുമ്പം 8 പേര് അല്ലേ, 8 പേര് പ്ലസ് ഇവിടുത്തെ ഈ ഒരാൾ. അപ്പോൾ 8 + 1 എത്രയാ? 9 പേര്, 9 വേസ്. മനസ്സിലായോ? ഇനി നിങ്ങൾ നോക്കിയേ, വൺസ് പ്ലേസിൽ എത്ര പേര് വരും? നമ്മൾ 100ൻ്റെ പ്ലേസിൽ ഒരാളെ വെച്ചു, 100ൻ്റെ പ്ലേസിൽ ഒരാളെ വെച്ചു, 10ൻ്റെ പ്ലേസിൽ ഒരാളെ വെച്ചു. അപ്പോൾ ടോട്ടൽ 10 ആളുകളാണ് ഉണ്ടായിരുന്നത്. 0 to 9 എന്ന് പറയുമ്പോൾ 10 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ നമുക്ക് 2 പേര് പോയി കഴിഞ്ഞു. ഇനി എത്ര പേരാണ് ഉള്ളത്? ഇനി 8 പേരാണുള്ളത് അല്ലേ. അപ്പോൾ വൺസിൻ്റെ പ്ലേസിൽ നമുക്ക് 8 പേരാണ്, 8 വേസ് ആണ്. മനസ്സിലായോ? അതായത് നമുക്ക് ടോട്ടൽ 0 to 9 വരെ നമുക്ക് ടോട്ടൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 10 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ, 10 ഡിജിറ്റ്സ് ഉണ്ട്. അതിൽ 100ൻ്റെ പ്ലേസിൽ നമ്മൾ 0 വെക്കില്ല, 1 to 9 ആണ്, അങ്ങനെ 9 വേസ്. പിന്നെ 10ൻ്റെ പ്ലേസിൽ വരുമ്പോൾ നമ്മൾ 100ൻ്റെ പ്ലേസിൽ 1 to 9 ഒരാളെ വെച്ച് കഴിഞ്ഞു. ഇനി അവിടെ 8 പേരുണ്ട്, പിന്നെ നമ്മുടെ 0യും കൂടെ വരും, മാറ്റി നിർത്തിയ 0യും കൂടെ വരും. അപ്പോൾ അവിടെയും 9 വേസ്. പിന്നെ വൺസിൻ്റെ പ്ലേസിൽ വരുമ്പോൾ ഓൾറെഡി നമ്മൾ 2 പേരെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, 100ൻ്റെ പ്ലേസിലും 10ൻ്റെ പ്ലേസിലും. അപ്പോൾ ഇനി 1ൻ്റെ പ്ലേസിൽ വെക്കാൻ 8 പേരേ ഉള്ളൂ, 8 വേസ്. ഇനി ഇതെല്ലാം കൂടെ നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുക. 9 × 9 × 8. 9 × 9 എത്രയാണ്? 81. 81 × 8 എത്രയാണ്? 648 അല്ലേ. അപ്പോൾ 648, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? ഇത് വ്യത്യസ്ത രീതികളിലായതുകൊണ്ടാണ്. ഇനി ഒരു നമ്പർ ആവർത്തിക്കപ്പെടാമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തും നമുക്ക് എന്ത് ചെയ്യാം? 9 വേസ് എടുക്കാം. അപ്പോൾ നമ്പർ ആവർത്തിക്കപ്പെടരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തേൽ 9 വേസ്, രണ്ടാമത്തേൽ 9 0 കൂടി വന്നപ്പോൾ 9 ആയി, മൂന്നാമത്തേൽ 8. മനസ്സിലായോ? അപ്പോൾ 9 × 9 × 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 648 വേസ് ആണ്. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഈ ചോദ്യം ഇതേ ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ്. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ അതേ ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ്, 077/2021. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ PSC കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടത്തില്ല. ഇതിൻ്റെ ആൻസർ ശരിക്കും ഈ ഓപ്ഷൻസിൽ ഇല്ല. ഇതിൻ്റെ ആൻസർ വരുന്നത് 10,000 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. An NGO was formed to help poor patients admitted to a hospital. They collected fund as contribution and decided to distribute the collection equally as a multiple of 1,000 to the patients. They also wanted to keep some amount towards their organizational expenses. When they counted the contribution, it was found that if the amount is to be distributed equally as a multiple of 1,000 among 7 patients, rupees 5,000 will be left. ഇനി എന്താണ്? If distributed equally to 5 people, rupees 4,000 will be left. And if distributed equally to 2 people, nothing will be left. If they decided to help 5 people, what is the minimum amount each will receive? ഓക്കെ ആണോ? അതായത് ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും, എക്സാം ഹോളിൽ മിക്കവരും സ്കിപ്പ് ചെയ്യും. കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, ഒരുപാട് ടൈം എടുക്കും. നമ്മളിത് നോർമലി സ്കിപ്പ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്ക് PYQ ഡിസ്കഷനിൽ എന്തായാലും ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യണമല്ലോ. ഇനി ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റിയാലോ? ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു NGO ഫോം ചെയ്തു. എന്തിനാണ്? പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ, പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പാവപ്പെട്ട പേഷ്യൻസിനെ സഹായിക്കാൻ ഒരു സംഘടന രൂപീകരിച്ചു. അവർ കുറച്ച് എമൗണ്ട് കളക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ടഡ് ദ കളക്ഷൻ ഈക്വലി ആസ് എ മൾട്ടിപ്പിൾ ഓഫ് 1,000 ടു ദ പേഷ്യൻസ്. 1000ൻ്റെ മൾട്ടിപ്പിളായിട്ട് ഇവരിത് ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ അവർക്ക് തോന്നി ആളുകൾക്ക് കൊടുത്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് അവർക്ക് ഓർഗനൈസേഷണൽ എക്സ്പെൻസസ്, അവരുടെ ആ ഓർഗനൈസേഷൻ്റെ ചിലവുകൾക്ക് വേണ്ടി എടുക്കാം. അപ്പോൾ ആളുകൾക്ക് കൊടുക്കുമ്പോൾ ഈക്വലായിട്ട് കൊടുക്കുക. ഇപ്പോൾ 7 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ 7 പേർക്ക് ഈക്വൽ എമൗണ്ട് കൊടുക്കണം. അത് 1,000ൻ്റെ മൾട്ടിപ്പിളും ആയിരിക്കണം. ബാക്കി വരുന്ന എമൗണ്ട്, ഈ ഫണ്ടിൽ നിന്ന് ബാക്കി വരുന്ന എമൗണ്ട് അവർ ആ ഓർഗനൈസേഷൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അവർ പിന്നെ അവിടെ കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അവർ 7 പേർക്ക് കൊടുത്തപ്പോൾ 5,000 രൂപ മിച്ചം വന്നു. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ഒന്ന് എഴുതുവാണിത്. അവർ 7 പേർക്ക് കൊടുത്തു. എങ്ങനെയാണ് കൊടുത്തത്? 1,000ൻ്റെ മൾട്ടിപ്പിളായിട്ടാണ്. അപ്പോൾ ഒരു എമൗണ്ട് ഉണ്ട്, അത് ഇൻറ്റു 1,000 അല്ലേ. 1,000ൻ്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ 3 0 കൂടെ വരണമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫണ്ട് എന്ന് എടുക്കുക.
നിങ്ങൾ ഇതാണ് ലെറ്റ് നമ്മുടെ ഫണ്ട് ഉണ്ടല്ലോ, നമ്മുടെ ഫണ്ട് എഫ് എന്ന് പറയുന്നത് ഒരു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അൺനോൺ ഫാക്ടർ ഉണ്ട് ഇൻറ്റു 1000 മൾട്ടിപ്പിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അൺനോൺ ഫാക്ടറും കൂടെ കണ്ടുപിടിച്ചാൽ നമ്മുടെ ഫണ്ടായി. ഫണ്ടാണ് നമുക്ക് വേണ്ടത്. ഫണ്ട് കണ്ടിട്ട് പിന്നെ അതിനെ 5 പേർക്ക് ഡിവൈഡ് ചെയ്യണം. പോട്ടെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 7 പേർക്ക് നമ്മൾ ഈ ഫണ്ട്, അതായത് എക്സ് ഇൻറ്റു 1000 എന്ന് പറയുന്ന നമ്മുടെ ഫണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഓവർ ആയ വാല്യൂ, അതായത് ശിഷ്ടം വന്ന വാല്യൂ, ലെഫ്റ്റ് ഓവർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5000 ആണ്. അപ്പോൾ 7 പേർക്ക് ഞാൻ ഈ എമൗണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 5000 രൂപ മിച്ചം വന്നു. പിന്നെ അവരെന്താ പറയുന്നത്? ഇഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ടു 5 പീപ്പിൾ, 5 പേർക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ, 5 പേർക്ക് ഈ എമൗണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അവർക്ക് എത്ര രൂപ മിച്ചം വന്നു? 4000 രൂപ മിച്ചം വന്നു. മനസ്സിലായോ? 4000 രൂപ മിച്ചം വന്നു. അപ്പോൾ ഞാനിത് ഒന്ന് തിരിച്ചെഴുതാവേ. അതായത് എൻ്റെ ഫണ്ടെന്ന് പറയുന്നത് ഞാനിത് ഇങ്ങനെ എഴുതുവാണ്. എൻ്റെ എമൗണ്ട് ഇതാണ്, എക്സ് ഇൻറ്റു 1000. അതിനെ ഞാൻ 7 പേർക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് ശിഷ്ടം വന്നത് 5000 ആണ്. ഇനി ഈ എക്സ് ഇൻറ്റു 1000നെ ഞാൻ 5 പേർക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് ശിഷ്ടം വന്നത് 4000 ആണ്. ഇനി ഈ എക്സ് ഇൻറ്റു 1000നെ ഞാൻ 2 പേർക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 0 ആണ് ശിഷ്ടം വന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ. ഇനി ഇഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ടു 5 പീപ്പിൾ 4000 വിൽ ബി ലെഫ്റ്റ്, ആൻഡ് ഇഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ടു 2 പീപ്പിൾ നത്തിങ് വിൽ ബി ലെഫ്റ്റ്. ഇഫ് ദേ ഡിസൈഡഡ് ടു ഹെൽപ്പ് 5 പീപ്പിൾ, അപ്പോൾ ഇതാണ് 3 കണ്ടീഷൻ. അവർ വിചാരിച്ചു ഇതിൽ 5 പേരെ ഹെൽപ്പ് ചെയ്യാം. 5 പേരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ 4000 രൂപ മിച്ചം വരും. ആ 4000 രൂപ ഓർഗനൈസേഷണൽ എക്സ്പെൻസസിന് എടുക്കാം. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് ഈച്ച് വിൽ റിസീവ്? ഓരോ പേഷ്യൻറ്റിനും കിട്ടിയ മിനിമം എമൗണ്ട് എത്ര? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ 3 കണ്ടീഷൻ ഉണ്ട്. അവർ ഡിസൈഡ് ചെയ്തത് 5 പേർക്ക് ഡിവൈഡ് ചെയ്യാനാണ്. 5 പേർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് 4000 രൂപ മിച്ചം വന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ പേഷ്യൻറ്റിനും കിട്ടിയ എമൗണ്ട് എത്ര? അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം നിങ്ങൾ ഈ എക്സിൽ ഫോക്കസ് ചെയ്യുക. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു 45,000 എന്ന് പറയുന്ന ഒരു വാല്യൂ, ആ 45,000നെ നമുക്ക് 45 ഇൻറ്റു 1000 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈ 45 എന്ന് പറയുന്ന ആളാണ് എക്സ്. ഇവിടെ നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്ന ഇവിടുത്തെ വരുന്ന ഈ ഒരു 45ൻ്റെ പ്ലേസിൽ വരുന്ന ഏതോ ഒരു അൺനോൺ വാല്യൂ. ക്ലിയർ ആയോ? അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇപ്പോൾ ഒരു 45,000നെ നമുക്ക് 45 ഇൻറ്റു 1000 എന്ന് എഴുതാം. അപ്പോൾ ആ 45 എന്ന് പറയുന്ന ആ പ്ലേസിൽ വരുന്നവനാണ് ഈ അൺനോൺ. ഓക്കെ ആണേ? ഓക്കെ, അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 0 വന്നു. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വരണമെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ 1000ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ ഈവൻ നമ്പർ ആണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന എമൗണ്ടും 1000ൻ്റെ മൾട്ടിപ്പിൾ ആവണം. ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന എമൗണ്ടും 1000ൻ്റെ മൾട്ടിപ്പിൾ ആവണം. അതുകൊണ്ട് നമുക്ക് ഇവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അത് അങ്ങനെ തന്നെ നിർത്തണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കാര്യം നമുക്ക് ഒരാൾക്ക് കൊടുക്കുന്ന എമൗണ്ട് 1000ൻ്റെ മൾട്ടിപ്പിൾ ആവണമെന്ന് പറഞ്ഞാൽ ഈ 3 പൂജ്യം അയാൾക്ക് കൊടുക്കുന്ന എമൗണ്ടിലും വരണം. അപ്പോൾ ഇവനെ ഒന്നും ചെയ്യുന്നില്ല. ഈ എക്സിനെ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം 0 വന്നു. ഈ എക്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം 0 വന്നു എന്ന് പറഞ്ഞാൽ ദിസ് എക്സ് ഈസ് ആൻ ഈവൻ നമ്പർ. മനസ്സിലായോ? ഈ എക്സ് ആരാണ്? ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ എക്സ് ഒരു ഈവൻ നമ്പറാണ്. കാര്യം അവനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം 0 വന്നു. നമ്മൾ 1000നെ തൊടാൻ പാടില്ല. കാര്യം ഒരാൾക്ക് കൊടുക്കുന്ന ആ വാല്യൂവിൽ 1000ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതുകൊണ്ട് ഇത് തൊടാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഈവൻ നമ്പർ ആണെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ അടുത്ത് നോക്കിയേ, ഈ ഈവൻ നമ്പറിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 4 വരണം. ഓക്കെ, നമുക്കറിയാം 5ൻ്റെ മൾട്ടിപ്പിളിൽ വരുന്ന യൂണിറ്റ് ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 5ൻ്റെ മൾട്ടിപ്പിളിൽ യൂണിറ്റ് ഡിജിറ്റ് 0യും വരും 5ഉം വരും അല്ലേ? 0യും വരും 5ഉം വരും. 0 വരുമ്പോൾ ഈ എക്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എക്സ് എത്ര സ്ഥാനമുള്ള നമ്പറാണെന്നൊന്നും നമുക്കറിയില്ല. ഈ എക്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 4 വരുവാണെങ്കിൽ നമുക്കിവിടെ 4 ശിഷ്ടം വരും. മനസ്സിലായോ? അതായത് എനിക്ക് വരുന്ന എൻ്റെ ഈ എക്സ് എന്ന് പറയുന്ന നമ്പർ ഒരു 44 എന്ന് പറഞ്ഞ സംഖ്യയാണെന്ന് വെച്ച് നോക്കൂ. 5ൻ്റെ മൾട്ടിപ്പിൾ 40 ആണ്. അപ്പോൾ എനിക്ക് ശിഷ്ടം 4 വരും അല്ലേ? ഇനി 5 ആണെങ്കിൽ എനിക്കിവിടെ ശിഷ്ടം 4 വരണമെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 വരാം. എനിക്കിപ്പോൾ 49 എന്ന് പറയുന്ന സംഖ്യയാണ് എൻ്റെ എക്സ്. അങ്ങനെയാണെങ്കിൽ 5ൻ്റെ മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ 45, ശിഷ്ടം 4 വരും. മനസ്സിലായി? എനിക്കിവിടെ ശിഷ്ടം 4 കിട്ടണം. ഈ 3 പൂജ്യമാണ് ഇവിടെ വന്നിരിക്കുന്ന 3 പൂജ്യം. ഈ എക്സിനെ എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 4 ആയിരിക്കണം.
അങ്ങനെയാണെങ്കിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. 5ൻ്റെ മൾട്ടിപ്പിളിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0യും 5ഉം വരും. അപ്പോൾ 0 വരികയാണെങ്കിൽ നമ്മുടെ എക്സിൻ്റെ യൂണിറ്റ് പ്ലേസ് 4 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ ആ 4 ഇറങ്ങി വരും. അല്ലെങ്കിൽ എക്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൻ്റെ നമ്പർ 9 ആയിരിക്കണം. അപ്പോൾ ഇവിടെ 5ൻ്റെ മൾട്ടിപ്പിൾ 5 വരുമ്പോൾ ഇവിടെ 9 ആണെങ്കിൽ 9 - 5 അവിടെയും നമുക്ക് 4 ശിഷ്ടം വരും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ നമ്മളോട് പറഞ്ഞു ഈ എക്സ് ഒരു ഈവൻ നമ്പറാണ്. എക്സ് ഈവൻ നമ്പർ ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ ഈ 9 വരുമോ? ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി എക്സിൻ്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന വാല്യൂ 4 ആണ്. എക്സിൻ്റെ യൂണിറ്റ് പ്ലേസിൽ, അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ കണ്ടീഷനിൽ എക്സിൻ്റെ എന്താണ് യൂണിറ്റ് പ്ലേസ്, ഒറ്റയുടെ സ്ഥാനം യൂണിറ്റ് പ്ലേസിൽ ആരാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. ആദ്യം നമുക്ക് മനസ്സിലായി എക്സ് ഒരു ഈവൻ നമ്പറാണ്. രണ്ടാമത് നമുക്ക് മനസ്സിലായി എക്സിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 4 ആണ്. അതെങ്ങനെയാണ് മനസ്സിലായത്? അത് മനസ്സിലാവാൻ കൺഫ്യൂഷൻ വന്നവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമ്മുടെ 5ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ യൂണിറ്റ് പ്ലേസിൽ 0യും 5ഉം ആണ് വരുന്നത്. തർക്കമില്ലാത്ത കാര്യമാണ്, ആണല്ലോ. 5ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 0യും 5ഉം ആണ് വരുന്നത്. നമുക്ക് റിമൈൻഡർ ഇവിടെ 4 വരണമെങ്കിൽ ഒന്നുകിൽ എക്സിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 4 വരണം. ഇപ്പോൾ 0 ആണ് ഇവിടെ നമ്മുടെ 5ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്നതെങ്കിൽ ഇവിടെ 4 വന്നാൽ റിമൈൻഡർ 4 വരും. ഇനി 5 ആണ് മൾട്ടിപ്പിൾ എടുത്തെങ്കിൽ ഇവിടെ 9 വരണം. 9 - 5 അപ്പോഴും 4 വരും. 9 വരത്തില്ല. കാര്യം നമ്മുടെ എക്സിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 9 വരത്തില്ല. കാര്യം എക്സ് ഒരു ഈവൻ നമ്പറാണ്. ആദ്യത്തെ കണ്ടീഷൻ മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് മനസ്സിലായി എക്സിൻ്റെ യൂണിറ്റ് പ്ലേസിൽ ആരാണ്? 4 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഏതോ ഒരു വാല്യൂ ആണ്, അവൻ്റെ യൂണിറ്റ് പ്ലേസിൽ 4 ഉണ്ടെന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തെ ഇത് നോക്കിയേ, ഇത് നോക്കുവാണേ. ഈ എക്സിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 കിട്ടി. നമുക്ക് മനസ്സിലായി എക്സിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 4 ഉണ്ട്. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 0 ആണെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ഇവിടെ വരത്തുള്ളൂ, അല്ലേ? ശിഷ്ടം 4 വരത്തുള്ളൂ. കാര്യം 4 7-ൽ പോവില്ല. അത് തന്നെ റിമൈൻഡർ. ഇനി ഈ 0യ്ക്ക് പകരം ഇവിടെ 1 വന്നാലോ 14 വന്നാലോ കംപ്ലീറ്റ് ആയിട്ട് 7-ൽ ഡിവൈഡായി പോകും. റിമൈൻഡർ 0 വരും. നമുക്ക് ഇവിടുത്തെ റിമൈൻഡർ 5 ആണ് വേണ്ടത്. ഇനി 2 വന്നാലോ 24 വന്നാലോ 4 മാറത്തില്ല. കാര്യം യൂണിറ്റ് പ്ലേസിൽ 4 ആണെന്ന് കൺഫേം ആയി. ഇനി 10ൻ്റെ പ്ലേസിൽ എത്ര ആണെന്നുള്ളതാണ്. 2 വന്നാലോ 24 വന്നാലോ 7ൻ്റെ മൾട്ടിപ്പിൾ 21 ആണ്. നമുക്ക് റിമൈൻഡർ ഇവിടെ 3 വരും, ആണല്ലോ. ഇനി 3 വന്നാലോ 7ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ്? 28 ആണ് വരുന്നത്. 34 വന്നു കഴിഞ്ഞാൽ 28 ആണ്. അപ്പം നമുക്ക് അവിടെ റിമൈൻഡർ എത്ര വരും? 6 വരും. നമുക്ക് റിമൈൻഡർ 5 ആണ് വരേണ്ടത്. ഇനി 44 വന്നാലോ 7ൻ്റെ ഏത് മൾട്ടിപ്പിൾ വരും? 7 6 42. റിമൈൻഡർ എത്ര വരും? 2 വരും. ഓക്കെ. അപ്പം നിങ്ങൾക്കിതൊരു കൺഫ്യൂഷൻ പോലെ തോന്നുന്നുണ്ടാവും. അപ്പം ഞാനിത് ഇത്രയും ഒന്നുകൂടെ എഴുതാം, കുറച്ചൊന്ന് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി തരാം. അതായത് 04 വന്നു കഴിഞ്ഞാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? 4 വരും. നമുക്ക് വരേണ്ട റിമൈൻഡർ 5 ആണ്. 14 വന്നു കഴിഞ്ഞാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വരും റിമൈൻഡർ. ഇത് റിമൈൻഡറാണ് കേട്ടോ. 24 വന്നു കഴിഞ്ഞാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21 ആണ്. 7 3 21 ആണ്. റിമൈൻഡർ എത്ര വരും? 3 വരും. 34 വന്നു കഴിഞ്ഞാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 വെച്ചിട്ട് 7 4 28. 7 5 35, 34 കടന്നുപോയി. അപ്പോൾ 7 4 28. റിമൈൻഡർ എത്ര വരും? 6 വരും. 44 വന്നു കഴിഞ്ഞാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 6 42 പോയിട്ട് 2 ശിഷ്ടം വരും. ഇനി 54 വന്നാലോ 7 വെച്ചിട്ട് 7 7 49. 7 8 വന്ന് 56 ആയിപ്പോയി. അപ്പോൾ 56 വരില്ല, ഇവിടെ 54 ആണ്. അപ്പോൾ 7 7 49, റിമൈൻഡർ 5 വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ഈ 3 കണ്ടീഷനും എടുത്തപ്പോൾ നമുക്ക് ആരെ കിട്ടി? നമ്മുടെ എക്സിനെ കിട്ടി, അല്ലേ? എക്സിൻ്റെ എന്താണ് 10th പ്ലേസ് മൂന്നാമത്തെ കണ്ടീഷനും കൂടെ എടുത്തപ്പോൾ എക്സിൻ്റെ 10th പ്ലേസ് എന്ന് പറയുന്നത് ആരാണ്? 5 ആണ്. അപ്പോൾ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് 54 ആണ്. ക്ലിയർ ആയോ? എക്സ് 54 ആണ്. അതിൻ്റെ കൂടെ ഒരു 1000 കൂടെ വരും. അപ്പോൾ നമ്മുടെ ഫണ്ട്, ഇവർ കളക്ട് ചെയ്ത ഫണ്ടെന്ന് പറഞ്ഞാൽ 54,000 ആണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ 54,000 ഇവർ കളക്ട് ചെയ്തു. അതിൽ നിന്നും ഇവരെന്ത് ചെയ്തു? 5 പേർക്ക് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തപ്പോൾ അവർക്കൊരു 4 റിമൈൻഡർ വന്നല്ലേ? അപ്പോൾ ആ 4 ഈ 54,000 നിന്ന് കളഞ്ഞേ. 54,000 നിന്ന് 4 കളയുമ്പം ഉള്ള വാല്യൂ എത്രയാണ്? 54,000 - 4 4000. അതായത് 50,000 ആണ് അവർ ഡിവൈഡ് ചെയ്തത്.
50,000 നമുക്കറിയാം 5 പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടുവാടാ? 10,000 അല്ലേ? 50,000 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 10,000 ആണ് വരേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആൻസർ 10,000 ആണ്. 10,000 ഇവിടെ ഇല്ല. PSC കൊടുത്തിരിക്കുന്ന ആൻസർ എത്രയാണ്? 9,000. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾ ഈ 9,000 വെച്ചൊന്ന് തിരിച്ചെടുത്ത് നോക്കിയേ. PSC പറഞ്ഞതുപോലെ 9,000 ആണ് 5 പേർക്ക് കൊടുത്തത്. അപ്പോൾ 5 പേർക്ക് 9,000 വെച്ച് കൊടുത്തെങ്കിൽ 9,000 ഇൻറ്റു 5 എത്ര വരും? 45,000. 45,000 പിന്നെ ഒരു 4,000 റിമൈൻഡർ വന്നല്ലോ. ആ 4,000 കൂടെ കൂട്ടുമ്പോൾ ഫണ്ട് എത്രയാവും? 49,000. ഈ 49,000നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 1000ൻ്റെ മൾട്ടിപ്പിൾ ആവണോ? അല്ല. ഇവിടെ പറയുന്നുണ്ട് 2 പേർക്ക് ഇത് കൊടുക്കുമ്പോൾ 1000ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് കൊടുക്കുന്നതെന്ന്. 49,000 അല്ലേ? 49,000നെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 2 പ്രാവശ്യം 4, 4 പ്രാവശ്യം 8, 10, 5, 24,500. 24,500 എന്ന് പറയുന്നത് 1000ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. കാര്യം ഒരു 0 കൂടെ വരണം. അപ്പം തന്നെ ഈ കണ്ടീഷൻ വയലേറ്റ് ആയി. മനസ്സിലായോ? അപ്പം എന്തായാലും 9,000 വരില്ല. നമ്മുടെ ആൻസർ 10,000 ആണ്. 10,000 വന്നാൽ എല്ലാ കണ്ടീഷനും മീറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ 10,000 നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഫണ്ട് എന്ന് പറയുന്നത് 54,000 ആണ്. 54,000നെ നമുക്ക് 2 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യാം 1000ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട്. 54,000നെ 5 പേർക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 50,000 പോയിട്ട് ബാക്കി 4,000 മിച്ചം വരും. 54,000നെ നമ്മൾ 7 പേർക്ക് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. 54 ഡിവൈഡഡ് ബൈ 7 എത്ര വരും? 7 പേർക്ക് വരുമ്പോൾ 49,000. 7 പേർക്ക് കൊടുക്കുന്ന എത്രയാണ്? 49,000. പോയിട്ട് എത്ര ശിഷ്ടം വരും? 5,000 ശിഷ്ടം വരും. അപ്പോൾ എല്ലാ കണ്ടീഷനും അവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആൻസർ 10,000 ആണ്. മനസ്സിലായോ? ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. എക്സാം ഹാളിൽ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ലോജിക്ക് പിടികിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പ്രോഡക്റ്റ് ഓഫ് 3 നമ്പേഴ്സ് ഈസ് 100. Sum of these numbers has its last digit 3. Then the second largest number among these 3 is. അപ്പോൾ ഇത് നമ്മുടെ ഡിഗ്രി ലെവൽ സ്റ്റേജ് 1 75/2021 ചോദ്യപേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അതായത് 3 സംഖ്യകളുടെ പ്രോഡക്റ്റ് 100 ആണ് കേട്ടോ. 100 ആണ്. അപ്പോൾ ആ സംഖ്യകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പറിൻ്റെ അതിൻ്റെ സമ്മിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 100ൻ്റെ ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കാം. നിങ്ങൾ നോക്കിയേ, 1ഉം 1ഉം 100ഉം ഫാക്ടേഴ്സാണ്. ഇനി 1ഉം 2ഉം 50ഉം ഫാക്ടേഴ്സാണ്. 1ഉം 4ഉം കാര്യം 3 നമ്പർ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 1 അവിടെ വച്ചിരിക്കുന്നത് കേട്ടോ. 1ഉം 4ഉം 25 ഫാക്ടേഴ്സാണ്. ഇനി 2ഉം 2ഉം 25 ഫാക്ടേഴ്സാണ്. 2ഉം 5ഉം 10 അല്ലേ? അപ്പോൾ 10ഉം പിന്നെ ഒരു 10ഉം കൂടെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് 100ൻ്റെ ഫാക്ടേഴ്സാണ്. പക്ഷേ നിങ്ങൾ നോക്കി നോക്കൂ, ഇത് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 100 വരും. ഇതെല്ലാം പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 100 വരും. പക്ഷേ കൂട്ടി നോക്കൂ, 100 + 1 + 1 അതായത് ഇത് 102 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ് വരുന്നത്. അപ്പോൾ ഇതല്ല. ഇത് കൂട്ടി നോക്കൂ, 1 + 2 3, 3 + 50 ചെയ്യുമ്പോൾ എത്ര വരും? 53. ലാസ്റ്റ് ഡിജിറ്റ് 3 വരുന്നുണ്ട്. ഇനി ഇവിടെ കൂട്ടിയാലും നോക്ക്, 4 1 5, 25 5 30, 30 വരുന്നത്. ഇത് വരത്തില്ല. അപ്പോൾ ഇത് വരുന്നുണ്ടല്ലോ. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ ലാർജസ്റ്റ് നമ്പർ 2 ആണ്. അപ്പോൾ ആ 2 ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമ്മൾ 100ൻ്റെ ഫാക്ടേഴ്സ് പല രീതിയിലുള്ള 100ൻ്റെ ഫാക്ടേഴ്സ് എടുത്തു. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 100 കിട്ടുന്ന നമ്പേഴ്സ് 3 നമ്പേഴ്സ് അറേഞ്ച് ചെയ്തു. പക്ഷേ അതിൻ്റെയൊക്കെ സം എടുക്കുമ്പോൾ ലാസ്റ്റ് 3 വരുന്ന ഈ ഒരു ഒറ്റ പെയറേ ഉള്ളൂ. 1 × 2 × 50 അത് 100 ആവുന്നുണ്ട്. 1 + 2 + 50 ചെയ്യുമ്പോൾ 53 ആവുന്നുണ്ട്. അവിടെ എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 3 വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കോമ്പിനേഷൻ 1 2 50 ആണ്. അതിൽ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. മനസ്സിലായോ? കുറച്ചൊന്ന് ചിന്തിക്കേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യൻ, ശംഖുവിൻ്റെ വീട്ടിൽ കുറച്ച് പേരുണ്ട്. അവരുടെ എണ്ണത്തിൻ്റെ വർഗത്തിൽ നിന്ന് 63 കുറച്ച് കിട്ടുന്ന സംഖ്യയുടെ വർഗ്ഗമൂലം കണ്ടാൽ വനിതകളുടെ എണ്ണം കിട്ടും. അത് 9 ആണ്. എന്നാൽ ആകെ ആൾക്കാരുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും എത്രയായിരിക്കും? അപ്പോൾ ഇത് ആക്ച്വലി PSC ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. നമുക്കതുകൊണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയേ, ശംഖുവിൻ്റെ വീട്ടിൽ കുറച്ച് പേരുണ്ട്. അപ്പോൾ ആ കുറച്ച് പേരെ ഞാൻ എക്സ് എന്നെടുത്തു. അവരുടെ എണ്ണത്തിൻ്റെ വർഗത്തിൽ നിന്ന്, വർഗം എന്ന് പറയുമ്പോൾ എന്താണ്? x². 63 കുറച്ചാൽ അപ്പോൾ -63 കിട്ടുന്ന സംഖ്യ. ആ സംഖ്യ അറിയില്ല, ഞാൻ y എന്നെടുത്തു.
ആ സംഖ്യയുടെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട്. അതായത് ഈ വൈയുടെ സ്ക്വയർ റൂട്ട് കണ്ടാൽ വനിതകളുടെ എണ്ണം കിട്ടും. ഇനി അതെത്രയാണ്? 9 ആണ്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 9 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് വൈ 9 ആണെങ്കിൽ വൈ എത്രയാണ്? 9ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 81. വൈ 81 ആണെങ്കിൽ എക്സ് സ്ക്വയർ എത്ര വരും? എക്സ് സ്ക്വയർ മൈനസ് 63 ആണ് നമ്മുടെ വൈ ആയ 81. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 പ്ലസ് 63 എത്ര കിട്ടും? 144 കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ 144 ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 144, അതായത് എക്സ് 12. എക്സ് എന്ന് പറഞ്ഞാൽ ശംഖുവിൻ്റെ വീട്ടിൽ ആകെയുള്ള ആളുകളാണ്. ശംഖുവിൻ്റെ വീട്ടിൽ ആകെയുള്ള ആളുകൾ 12 ആണ്. വനിതകളുടെ എണ്ണം ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 9 എന്ന്. അങ്ങനെയാണെങ്കിൽ ആകെ ആളുകളുടെ എണ്ണം നമുക്ക് കിട്ടി 12. പുരുഷന്മാരുടെ എണ്ണം, അപ്പോൾ ആകെ ആളുകൾ 12 ആണ്. അതിൽ നിന്ന് വനിതകളുടെ എണ്ണമായ 9 കുറയ്ക്കുമ്പോൾ നമുക്ക് 3 കിട്ടും. പുരുഷന്മാരുടെ എണ്ണം 3 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 12, 3, ഓപ്ഷൻ ഡി. മനസ്സിലായോ? അപ്പോൾ ആൻസർ ഉണ്ട്, പക്ഷേ PSC ഇത് ഡിലീറ്റ് ചെയ്തു. നമ്മൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്തു. ഓക്കെ, ആൻസർ 12, 3. ആകെ ആളുകളുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും. ആകെ ആളുകൾ 12, പുരുഷന്മാർ 3. ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യകളിൽ 3ൻ്റെ ഗുണിതം അല്ലാത്ത സംഖ്യ. വളരെ എളുപ്പമാണ്. 3ൻ്റെ ഗുണിതം ആവണമെങ്കിൽ അക്കങ്ങളുടെ തുക എന്തായിരിക്കണം? 3ൻ്റെ മൾട്ടിപ്പിൾ ആവണം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 73 7 പ്ലസ് 3 ചെയ്യുമ്പോൾ 10 ആണ്. 10 3ൻ്റെ ഗുണിതമല്ല. അപ്പോൾ ഇതാവാനാണ് ചാൻസ്. ഇവിടെ നോക്കിയേ, 7 8 15 3ൻ്റെ ഗുണിതമാണ്. 6 3 9 3ൻ്റെ ഗുണിതമാണ്. 3 3 6 3ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. എളുപ്പമാണ്. അടുത്തത് നോക്കിയേ, 0 1 2 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര 4 അക്ക ഇരട്ട സംഖ്യകൾ ഉണ്ടാക്കാം? അപ്പോൾ ഇത് 122/2021 SSLCയുടെ മെയിൻ എക്സാമിനേഷൻ, അതായത് നമ്മുടെ 10th ലെവൽ മെയിൻസിന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയേ, എത്ര 4 അക്ക ഇരട്ട സംഖ്യകളെന്നാണ്. ഇരട്ട സംഖ്യകളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റ്സിൽ ഇത് ഇരട്ട സംഖ്യകളാവണമെങ്കിൽ ഒന്നിയിൽ യൂണിറ്റ് പ്ലേസിൽ 0 വരണം, അല്ലെങ്കിൽ 2 വരണം. ആണല്ലോ? അപ്പം നിങ്ങൾ നോക്കിയേ, ഒറ്റയുടെ സ്ഥാനത്ത് 0 വരികയാണ്. ഒറ്റയുടെ സ്ഥാനത്ത് 0 വരികയാണെന്ന് വെച്ചോളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടില്ല അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാമോ, റിപ്പീറ്റ് ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ടില്ല. നോർമലി PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത് എന്നും പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്തിട്ട് ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ ഒറ്റയുടെ സ്ഥാനത്ത് ആരെ വെച്ചു? 0 വെച്ചു. 0 വയ്ക്കുകയാണ്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 0 വെച്ചു. അത് 1 വേ ആണ് അല്ലേ? 0 വയ്ക്കുന്ന ഒരേ ഒരു വഴിയാണ്. ഇനി 4 അക്ക സംഖ്യയാണ്. അപ്പോൾ 1000ൻ്റെ സ്ഥാനം ഉണ്ടല്ലോ. 1000ൻ്റെ സ്ഥാനത്ത് എത്ര സംഖ്യകൾ വരും? 0 ഫിക്സ് ചെയ്തു. ഇനി 1 2 3 ആണ്. അപ്പോൾ 3 വേസ്, 3 സംഖ്യകൾ, 3 വേസ്. ഇനി 1000ൻ്റെ സ്ഥാനത്ത് ഒരാളെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് ഇനി എത്ര പേര് വരും? 2 പേരേ വരുള്ളൂ അല്ലേ? 2 വേസ്. കാര്യം 1000ൻ്റെ ഒരാളെ വെച്ചു, ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. 2 വേസ്. 10ൻ്റെ സ്ഥാനത്തോ ഒരാളേ ഉള്ളൂ, 1 വേ. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? ഇവിടെ 1 വേ, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 1. ഇതിൻ്റെ പ്രോഡക്റ്റാണ് എടുക്കുന്നത്. 1 × 3 × 2 × 1. പെർമ്യൂട്ടേഷൻ്റെ പ്രോഡക്റ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് 6 വേസ് എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഒറ്റയുടെ സ്ഥാനത്ത് 0 ഫിക്സ് ചെയ്യുന്ന 6 വഴികളുണ്ട്. ഓർത്ത് വെച്ചോണേ, ഒറ്റയുടെ സ്ഥാനത്ത് 0 ഫിക്സ് ചെയ്യുന്ന എത്ര വഴികളുണ്ട്? 6 വഴികൾ. അപ്പോൾ 0 വരുന്ന 6 വഴികളുണ്ട്. 0 വരുന്ന എത്ര വഴികളുണ്ട്? 6 വേസ്. ഇനി ഞാൻ ഒറ്റയുടെ സ്ഥാനത്ത് ആരെ വയ്ക്കുകയാണ്? 2നെ വയ്ക്കുകയാണ്. ഒറ്റയുടെ സ്ഥാനത്ത് 2 വയ്ക്കുകയാണ്. അപ്പോൾ ആ 2നെ വയ്ക്കുന്ന ഒരൊറ്റ വഴിയേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ 1000ൻ്റെ സ്ഥാനത്ത് നിങ്ങൾ നോക്കിക്കേ, എത്ര നമ്പേഴ്സ് വരും? 0 1 2 വരുമോ? കാര്യം 0 ഒരിക്കലും 1000ൻ്റെ അവിടെ വെക്കാൻ പറ്റില്ല. 0 1000ൻ്റെ അവിടെ വെച്ചാൽ അതൊരു 3 ഡിജിറ്റ് നമ്പറായി മാറും. 0യ്ക്ക് അവിടെ വാല്യൂ ഇല്ല. അവിടെ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് വാല്യൂ വരത്തില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും നമ്മൾ? 0 വെക്കാൻ പറ്റില്ല. പിന്നെ ആരെയും വെക്കാൻ പറ്റുള്ളൂ? 1ഉം 3ഉം മാത്രമേ 1000ൻ്റെ അവിടെ വെക്കാൻ പറ്റുള്ളൂ. അത്
2 ways ആണല്ലോ. ഇനി 100ൻ്റെ സ്ഥാനത്ത് വെക്കുമ്പോൾ നമ്മൾ ആര് വരും? 0യും വരും. പിന്നെ ഇവിടെ ഒരാളെ വെച്ച് കഴിഞ്ഞു, അതിൽ മറ്റേ ആളും വരും അല്ലേ? സെക്കൻഡ് നമ്പർ അത് 1ഓ 3ഓ സെക്കൻഡ് നമ്പറും വരും. അതായത് 2 ways. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ആദ്യം 2നെ ഫിക്സ് ചെയ്തു ഒറ്റയുടെ സ്ഥാനത്ത്. പിന്നെ പോയിട്ട് 3 ഡിജിറ്റ്സ് ആണ് 0, 1, 3. ആ 0, 1, 3യിൽ 0 കൊണ്ട് നമുക്ക് 1000ൻ്റെ പ്ലേസിൽ വെക്കാൻ പറ്റില്ല. എങ്കിൽ അതൊരു 3 ഡിജിറ്റ് നമ്പറായി മാറും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 0യെ വെച്ചില്ല, 1ഉം 3യും. 1ഉം 3യും 2 ആണ്, 2 നമ്പേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് 2 ഡിജിറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് 2 ways. ഇനി 100 വരുമ്പോൾ ഇവിടെ വച്ചതിൽ ഒരാൾ പോയി, 1ഉം 3യിൽ ആരോ ഒരാൾ അവിടെ ഫിക്സ് ചെയ്തു. അവിടെ വെച്ച വയ്ക്കാത്ത നമ്പർ, രണ്ടാമത്തെ നമ്പർ, പിന്നെ 0യും കൂടെ വന്നു. 2 ways. ഇനി 10ൻ്റെ സ്ഥാനത്തോ? 10ൻ്റെ സ്ഥാനത്ത് ഇനി ഒരു നമ്പറേ ഉള്ളൂ, 1 way. ഇനി ഇതിൻ്റെ എല്ലാം കൂടെ പ്രോഡക്റ്റ് എടുത്തേ. 1 × 2 × 2 × 1, അതായത് 4 ways. അതായത് 0 വയ്ച്ചുകൊണ്ടുള്ള 6 waysഉം ഉണ്ട്, 2 ഫിക്സ് ചെയ്തുകൊണ്ടുള്ള 4 വഴികളും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വഴികളുണ്ടാവും? ടോട്ടൽ വഴികൾ എന്ന് പറയുന്നത് 6 + 4 10 ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മനസ്സിലായോ? സാധാരണ PSC എപ്പോഴും ഇങ്ങനെയാണ് ചോദിക്കുന്നത്, വ്യത്യസ്തങ്ങളായ രീതിയിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇനി നമ്പർ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ അത് എടുത്ത് പറയും. ഇനി ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടുള്ള ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നോക്കേണ്ട കാര്യമില്ല. നമ്പർ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, ആ കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്തത്. പിന്നെ ഇരട്ട സംഖ്യകളാകുമ്പോൾ ഒന്നുകിൽ 0 വരണം അല്ലെങ്കിൽ 2 വരണം. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഒറ്റയുടെ സ്ഥാനം ഫിക്സ് ചെയ്തത്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 0 വരുന്ന 6 ways ഉണ്ടെന്ന് കണ്ടു, ഒറ്റയുടെ സ്ഥാനത്ത് 2 വരുന്ന 4 ways ഉണ്ട്. അപ്പോൾ ടോട്ടൽ 10 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. ഒരു സംഖ്യയുടെ 100ൻ്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 3 മടങ്ങും 10ൻ്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 2 മടങ്ങുമാണ്. ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇരട്ട അവിഭാജ്യ സംഖ്യയാണ് എങ്കിൽ സംഖ്യ ഏതാണ്? വളരെ എളുപ്പമാണ്. ശരിക്കും SSLC മെയിൻ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, 10th മെയിൻസിന് ചോദിച്ചതാണ്. വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇത് ക്വസ്റ്റ്യൻ വായിച്ചു വരുമ്പോൾ എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കും. നിങ്ങൾ നോക്കിയേ, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇരട്ട അവിഭാജ്യ സംഖ്യയാണ്. അവിഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ പറ്റാത്തത്, അതായത് പ്രൈം നമ്പർ. എന്താണ് പ്രൈം നമ്പർ? നിങ്ങൾക്കറിയാം ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ, അത് 2 ആണ്. ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ, അത് ആരാണ്? 2 ആണ് അല്ലേ? ബാക്കി എല്ലാ ഈവൻ നമ്പേഴ്സും കോമ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഒറ്റയുടെ സ്ഥാനത്ത് 2 ആണ്. ഇനി നിങ്ങൾ നോക്കിയേ, 100ൻ്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 3 മടങ്ങ്, അതായത് 2ൻ്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 6. ഇനി 10ൻ്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 2 മടങ്ങ്, 2ൻ്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ നമ്മുടെ സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി 642. ഓക്കെ, ഈ ഒരു ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. ഇരട്ട അവിഭാജ്യ സംഖ്യ, വിഭജിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ അത് പ്രൈം നമ്പറാണ്. അത് ഇരട്ട സംഖ്യ ആണെങ്കിൽ അത് 2 മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു സംഖ്യയുടെ വർഗ്ഗമൂലത്തെ 2 കൊണ്ട് ഗുണിച്ച് വർഗ്ഗം കണ്ടപ്പോൾ 100 കിട്ടി. സംഖ്യ ഏതാണ്? ഭയങ്കര എളുപ്പമാണ്, തിരിച്ച് ചിന്തിച്ചാൽ മതി. അതായത് ഒരു സംഖ്യയുടെ വർഗ്ഗമൂലത്തെ 2 കൊണ്ട് ഗുണിച്ച് വർഗ്ഗം കണ്ടപ്പോൾ, അപ്പോൾ വർഗ്ഗം കണ്ടപ്പോഴാണ് 100. വർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ. അപ്പോൾ സ്ക്വയർ റൂട്ട്, 100ൻ്റെ സ്ക്വയർ റൂട്ട് 10. ഇനി ഇവിടെ 2 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 5. ഇവിടെ വർഗ്ഗമൂലം അതായത് സ്ക്വയർ റൂട്ട്, അപ്പോൾ 5ൻ്റെ എന്ത് കാണുക? സ്ക്വയർ കാണുക. നേരെ തിരിച്ചുള്ള പ്രോസസ്സ് 25. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. മനസ്സിലായോ? നമുക്ക് സംഖ്യയുടെ വർഗ്ഗമൂലത്തെ 2 കൊണ്ട് ഗുണിച്ച് വർഗ്ഗം കണ്ടപ്പോൾ അങ്ങനെ പോയാണ് നമ്മൾ 100-ലെത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ 100-ൽ നിന്ന് തിരിച്ചു വരിക. 100ൻ്റെ ഇവിടെ വർഗ്ഗം കണ്ടപ്പോഴാണ് 100 കിട്ടി, അതായത് സ്ക്വയർ ചെയ്തപ്പോഴാണ് 100 കിട്ടിയത്. സ്ക്വയർ റൂട്ട് കണ്ടു, 10 കിട്ടി. ഇനി 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 10 വന്നത്, അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ അടുത്ത ആൾ 5 ആണ്. 5 കിട്ടിയത് എങ്ങനെയാണ്? ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടപ്പോഴാണ് 5 കിട്ടിയത്, അപ്പോൾ ആ നമ്പറിനെ സ്ക്വയർ ചെയ്തു 25. നമ്മുടെ ആൻസർ 25 ആണ്. മനസ്സിലായോ? തിരിച്ചു വരിക, പോയതുപോലെ തിരിച്ച് റിവേഴ്സ് പ്രോസസ്സ്. ഓക്കെ, അവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. HCF and LCM of 2 numbers are 21 and 84 respectively. If the ratio of the 2 numbers are 1:4, then the larger of the 2 numbers. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. 123/2021 ചോദ്യ പേപ്പർ. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം നമ്പേഴ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 1:4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ
1x-ഉം 4x-ഉമാണ്. ഇതിൽ ഈ എക്സ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ HCF. ഇവിടെ LCM തരണമെന്ന് പോലും ഇല്ല, നമുക്ക് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതായത് നിങ്ങൾ നോക്കിയേ, 1x 4x നിങ്ങൾ LCM കണ്ടുപിടിക്കുകയാണേ, HCF കണ്ടുപിടിക്കുകയാണ്. LCM അല്ല HCF. എക്സ് എടുക്കാം. അപ്പോൾ ഇവിടെ 1 4. അപ്പം നമുക്കറിയാം HCF എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിലും അടങ്ങണം, രണ്ട് നമ്പറിലും പോകുന്നതേ മാത്രമേ HCFൽ എടുക്കാൻ പറ്റൂ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ എക്സ് മാത്രമേ രണ്ടിലും ഉള്ള കോമൺ വാല്യൂ ആയിട്ടുള്ളൂ. പിന്നെ 1ഉം 4ഉം ആണ്. അപ്പോൾ അവിടെ നിർത്തി. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ HCF. ചുരുക്കി പറഞ്ഞാൽ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് എക്സ് ആണ് HCF, അതെന്ന് പറയുന്നത് 21 ആണ്. അപ്പോൾ നമുക്ക് ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിച്ചൂടെ? 4 × 21 എത്ര കിട്ടും? 84 നമ്മുടെ നമ്പർ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, നമ്മുടെ നമ്പർ 84, ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനിയും ഉണ്ട് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ എന്ന് 2021 ചോദിച്ചത്. അതുമായിട്ട് നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളത് ആ NGOയുടെ ആ ഒരു ഫണ്ടിൻ്റെ ക്വസ്റ്റ്യനാണ്. അത് മനസ്സിലാവാത്തവർ വീണ്ടും നമ്മുടെ വീഡിയോ ഒന്ന് റിവേഴ്സ് അടിച്ച് കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി.